Hi everyone, welcome back to Farsus Recipes. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായും ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പി കൂടെയാണ്. അതായത് ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കുക്കർ ഉണ്ടാവുമല്ലോ, അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ചിക്കൻ്റെ അകത്ത് മസാല സ്റ്റഫ് ചെയ്തിട്ട് കുക്കറിൽ വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ് ഈ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുക കേട്ടോ, എന്നാലേ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായി പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഈ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാനായി, അതായത് 1 കിലോ ചിക്കനിലേക്കുള്ള മസാലയുടെ അളവാണ് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മാഗി ക്യൂബ് പൊടിച്ചത്. ഇതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ താല്പര്യമുള്ളവർ ചേർത്താൽ മതി കേട്ടോ, തീരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒഴിവാക്കുക, കുഴപ്പമൊന്നുമില്ല. അതുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ സ്പെഷ്യൽ ടേസ്റ്റിലൊക്കെ ചെയ്യാം, അത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാവും. എന്താണെന്ന് വെച്ചാൽ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മിക്സാക്കി നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ പെട്ടെന്ന് ഉപ്പ് കൂടി പോകുന്നൊരു പ്രശ്നം വരും, നോക്കിയിട്ട് എടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഈ ചിക്കനിലേക്ക് ഈ മസാല നന്നായി തേച്ച് പിടിപ്പിക്കണേ. മസാല ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ പറ്റുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. ഇതുപോലെ കത്തി വെച്ചിട്ട് എല്ലായിടത്തും വരഞ്ഞെടുക്കുന്ന കാര്യം മറന്നു പോകരുതേ. ഇവിടെ ഇപ്പോൾ 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മസാലയുടെ അളവ് 1 കിലോ ചിക്കനിലേക്കുള്ളതാണ്. അപ്പോൾ ഇതുപോലെ മുഴുവൻ മസാല ആക്കിയ ശേഷം ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലത്. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ നാളെ രാവിലെ തയ്യാറാക്കാനായി ഇന്ന് രാത്രി തന്നെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ അകത്ത് നിറയ്ക്കാനുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കിയെടുത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മസാലയുടെ അളവ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മസാല കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സവാള എടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്. പിന്നെ ഈ സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായൊന്ന് സവാള വാടി കിട്ടിയാൽ മതിയാവും. നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ ചിക്കൻ വേവുന്ന കൂടെ ഇതും ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കം വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ എഗ്ഗ് പുഴുങ്ങിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ചിക്കൻ നിറച്ചെടുക്കുന്നത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ചിക്കൻ മസാല തേച്ച് വെച്ചിട്ട് ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി മസാല നിറച്ചു കൊടുക്കണം. ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഹോളാക്കിയ ശേഷം ചിക്കൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം 2 ടീസ്പൂൺ മസാല വെച്ച് കൊടുക്കാം. പിന്നെ വെച്ച് കൊടുക്കുന്ന മസാലയുടെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം. ചപ്പാത്തി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസിൻ്റെ കൂടെ ആണ് ഇത് സെർവ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ മസാല വെച്ച് കൊടുത്താൽ നന്നാവും. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ബിരിയാണിയുടെ കൂടെയാണ്, അതുകൊണ്ട് കൂടുതൽ മസാല എടുക്കുന്നില്ല. എന്നിട്ട് ഒരു എഗ്ഗ് പുഴുങ്ങിയത് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്ന മസാല ഒരുപാടായി പോവാത്തതാണ് നല്ലത്, കാരണം നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇനി മസാലയൊന്നും പുറത്ത് വരാത്ത രീതിയിൽ ഈ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം. കാല് രണ്ടും ടൈ ചെയ്ത് കൊടുക്കണം. ഇനി കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബ്രസ്റ്റ് ഭാഗം താഴെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ആ ഭാഗം ഫ്ലഷി ആയിട്ടുള്ള ഭാഗം ആയതുകൊണ്ട് വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണല്ലോ. ഇനി അടച്ചു വെക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാണ് വരുത്തിയത്. അതിലും കൂടുതലായി കഴിഞ്ഞാൽ ചിക്കൻ ഓവർ കുക്കായി പോകും. അപ്പോൾ ഒരു വിസിൽ വന്ന ശേഷം ആ ആവിയൊക്കെ പോയ ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ചിക്കൻ നല്ല പെർഫെക്റ്റായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്.
കുക്കറിൽ കുറച്ച് ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇത് ചിക്കൻ വേവിച്ചപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട്. കുക്കറിൽ ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ ഓയിലോട് കൂടിയ ആ ഗ്രേവി അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചിക്കൻ അതിലേക്ക് ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയ ഉള്ളി മസാലയിൽ നിന്ന് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് സമയം ഇങ്ങനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി കുക്കായതാണല്ലോ. 2 വശവും ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണേ, നന്നായിട്ട് വെന്തതായതുകൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. 2 തവി വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ കോഴി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുത്തി കൊടുത്തിട്ടുള്ള ആ ടൂത്ത്പിക്കൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. പുറംഭാഗം കുറച്ച് ഫ്രൈ ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫർസൂസ് റെസിപ്പീസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്